എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ പ്രസാദം. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സ്റ്റോറിലുള്ള മാലകൾ ഏതൊക്കെയാണ്, എത്തരത്തിലുള്ള മാലകളുണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേർക്കുള്ള ഒരു സംശയവും അതുപോലെ തന്നെ അവർ ഉന്നയിക്കുന്നൊരു കാരണം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ വ്യാപകമായിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള മാലകളിലേക്കൊക്കെ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അതിൽ കുറേ ഫേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് തിരിച്ചറിയുന്നതിൻ്റെ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി വിശദീകരിച്ച് തരാം. ഒരിക്കലും എല്ലാവരും ചോദിക്കുന്നത് ഒറിജിനലാണോ. നമ്മൾ ഒറിജിനൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ വുഡ് എടുത്തിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിൽ ഫേക്ക് എന്നുള്ളതില്ല. നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് കരിങ്കാലി മാല ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുപോലെ തന്നെ രക്തചന്ദനം, ചന്ദനം, തുളസി, രുദ്രാക്ഷം, ദേവദാരു, പിന്നെ സ്ഫടികമാലകൾ, പിന്നെ ഗ്ലാസ് ബീഡ്സ്, ഇത്തരത്തിലുള്ള മാലകളാണുള്ളത്. സ്റ്റോൺസ് നമ്മൾ ചെയ്യുന്നില്ല. സ്റ്റോൺസിൽ ഒരുപാട് വ്യാജൻ ഇറങ്ങുന്നുണ്ട്. നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള വ്യാജൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഉള്ള മാലകളെല്ലാം തന്നെ ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക. എല്ലാവർക്കും കേരളത്തിൽ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പുറത്തേക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. എവിടേക്കാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. വ്യാജനാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇത് ഉറച്ചു നോക്കണം. ഉറച്ചു നോക്കിയിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് നോക്കണം. കട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ വെള്ളത്തിലിട്ട് നോക്കി കഴിഞ്ഞാൽ താന്നു പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആണെന്നൊക്കെ പറയുന്നത്. പക്ഷേ വെള്ളം, തടി, വുഡ് എന്തായാലും വെള്ളം ആകിരണം ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുമ്പോൾ താഴത്തേക്ക് വീഴും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ പൊട്ടിച്ച് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഉറച്ചു നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.